Welcome to the lecture Topological Spaces. So, ടോപ്പോളജിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മെട്രിക് സ്പേസ് നമ്മൾ സെക്കൻഡ് സെമിസ്റ്ററിലൊക്കെ നമ്മൾ അനാലിസിസിൽ പഠിച്ച ഒരു കൺസെപ്റ്റാണ്. അത് ഉപയോഗിച്ച് അവിടെ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഓപ്പൺ സെറ്റ് എന്താണെന്ന് നമുക്കറിയാം, ഓപ്പൺ ഇൻ്റർവൽ എന്താണെന്ന് നമുക്കറിയാം, തുടങ്ങിയ ആശയങ്ങളൊക്കെ വെച്ചാണ് നമ്മളിതെല്ലാം തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, സോ ടോപ്പോളജിക്കൽ സ്പേസസ്. ഓപ്പൺ സെറ്റ്സ് ഇൻ ആർ ഐദർ ഓപ്പൺ ഇൻ്റർവൽസ് ഓർ യൂണിയൻ ഓഫ് ഓപ്പൺ ഇൻ്റർവൽസ്. നമുക്ക് ഓപ്പൺ ഇൻ്റർവൽ എന്താണെന്നറിയാം. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർബിട്രറി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ആർ ഓപ്പൺ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ഇൻ്റർവൽസുകളുടെ യൂണിയൻ, ഫോർ എക്സാമ്പിൾ ഓപ്പൺ ഇൻ്റർവൽ 1 2 യൂണിയൻ ഓപ്പൺ ഇൻ്റർവൽ 2 3. നമ്മളിപ്പോൾ ഒരു ലൈൻ വരച്ചിട്ട് ഇതൊരു ഓപ്പൺ ഇൻ്റർവലാണ്, ഇത് വേറെ ഓപ്പൺ ഇൻ്റർവലാണ്, ഏതെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. 1 2 ഇതൊരു പക്ഷേ 3 4 ഒക്കെ ആയിരിക്കും. സോ 1 2 ഒരു ഓപ്പൺ ഇൻ്റർവലാണ്, 3 4 ഓപ്പൺ ഇൻ്റർവലാണ്. 1 2 യൂണിയൻ 3 4 എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പൺ ഇൻ്റർവൽ അല്ല, പക്ഷേ ഓപ്പൺ സെറ്റാണ്. ഓക്കെ, ഓപ്പൺ സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ഓപ്പൺ ഇൻ്റർവൽസ് എന്താണ്? ഓപ്പൺ സെറ്റാണ്. പിന്നെ ഓപ്പൺ ഇൻ്റർവലിൻ്റെ യൂണിയൻ എടുത്താൽ എന്ത് തന്നെ കിട്ടും? നമുക്ക് ഓപ്പൺ സെറ്റ്സ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടും. ഓക്കെ, ഇനി നമ്മളിത് ഇതുപോലെ തന്നെ ഒരു ആർബിട്രറി നമ്മളൊരു മെട്രിക് സ്പേസിൽ എങ്ങനെയാണ് ഒരു ഓപ്പൺ സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എന്താണ് പറയുന്നത്. ലെറ്റ് x not belong to x and r be a positive real number, then the open ball with center at x naught and radius r is defined to be the set x belong to x with dx naught less than r. അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്, നമുക്കറിയാവുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഒരു എക്സ് എന്ന പേരുള്ള ഒരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിലൊരു പോയിൻ്റ് എക്സ് നോട്ട് കൺസിഡർ ചെയ്യുക. എക്സ് നോട്ട് സെൻറ്ററായിട്ട് ആർ എന്ന് പറയുന്ന റേഡിയസിൽ ഒരു ഓപ്പൺ ബോൾ എങ്ങനെ ഇരിക്കുക എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആർ ഒരു പോസിറ്റീവ് നമ്പർ ആവണം, എന്നാലും നമുക്ക് റേഡിയസ് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ചെയ്യേണ്ടത്രേ ഉള്ളൂ. എക്സ് നോട്ട് സെൻറ്ററായിട്ട് ഇതാണ് ആർ എന്ന് വിചാരിക്കുക. ആർ റേഡിയസിൽ എന്ത് ചെയ്യുക? യു ടേക്ക് ദ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ്. അപ്പോൾ ദോസ് പോയിൻറ്റ് എക്സ് coming from x is that distance between x and x naught should be less than r എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ എക്സ് നോട്ട് സെൻറ്ററായിട്ട് ആർ റേഡിയസിൽ ഓപ്പൺ ബോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വരച്ച് കാണിച്ചിട്ട് പോലെ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഒരു ഓപ്പൺ ബോൾ എന്ന് പറയേണ്ടാവുക. ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ അറ്റ് എക്സ് നോട്ട് ആൻഡ് റേഡിയസ് ആർ. അപ്പോൾ സെൻറ്ററിനും റേഡിയസിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, ഓപ്പൺ ബോൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിതിൻ്റെ നൊട്ടേഷൻ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ബി ആർ അറ്റ് എക്സ് നോട്ട് എന്ന് പറയും. ഓപ്പൺ ബോൾ വിത്ത് എക്സ് നോട്ട് ആസ് സെൻറ്റർ ആൻഡ് ആർ ആസ് റേഡിയസ്, ഓൾസോ ഡിനോട്ടഡ് ബൈ ഇങ്ങനെയും വിളിക്കും. ബി എക്സ് നോട്ട് ആർ എന്ന് വിളിച്ചാലും എക്സ് നോട്ട് സെൻറ്ററായിട്ട് ആർ റേഡിയസ് ഉള്ള ഓപ്പൺ എന്നാണ് അർത്ഥം. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഓപ്പൺ ആർ ബോൾ അറൗണ്ട് എക്സ് നോട്ട്, ഇങ്ങനെയും വിളിക്കും. ഓപ്പൺ ആർ ബോൾ എന്ന് പറഞ്ഞാൽ ആർ റേഡിയസ് ഉള്ള ഒരു ബോൾ എന്നർത്ഥം. ഓക്കെ, വെൻ വി വോണ്ട് ടു സ്ട്രെസ് ദ മെട്രിക് ഡി വി ഡിനോട്ടഡ് ബൈ, ഇനിയിപ്പോൾ ഏത് മെട്രിക് അനുസരിച്ചാണ് പറയുന്നത് എന്നും കൂടെ നമുക്ക് സ്ട്രെസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഇങ്ങനെ വിളിക്കാം. സോ ബി ഡി എക്സ് നോട്ട് ആർ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഡി എന്നുള്ള മെട്രിക് ഉപയോഗിച്ചിട്ടാണ് എക്സ് നോട്ടും എക്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് എന്നാണ് അവിടെ അർത്ഥമാക്കേണ്ടാവുക. ഓക്കെ, അടുത്തത് നോക്കൂ. എ സബ്സെറ്റ് എ ഓഫ് എക്സ് സെറ്റ് ടു ബി ഓപ്പൺ ഇഫ് ഫോർ എവറി എക്സ് നോട്ട് കമ്മിങ് ഫ്രം എ ദർ എക്സിസ് സം ഓപ്പൺ ബോൾ അറൗണ്ട് എക്സ് നോട്ട് വിച്ച് ഇസ് കണ്ടെയ്ൻഡ് ഇൻ എ. അപ്പോൾ ഈ കൺസെപ്റ്റ് നോക്കൂ. സബ്സെറ്റ് എ എക്സിൻ്റെ ഒരു സബ്സെറ്റ് എ ഉണ്ട്, അതൊരു ഓപ്പൺ സെറ്റാണെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? എയിൽ നിന്ന് ഏതൊരു പോയിൻ്റ് എക്സ് നോട്ട് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് വേണം? നമുക്ക് ഒരു ഓപ്പൺ ബോൾ വേണം. എക്സ് നോട്ടിന് ചുറ്റും നിൽക്കുന്ന ഓപ്പൺ ബോൾ വേണം. അത് എന്തായിരിക്കണം? എയിൽ കണ്ടെയ്ൻഡും ആയിരിക്കണം. നമ്മൾ സാധാരണ നമ്മളൊരു ഓപ്പൺ സെറ്റ് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് പറയുവാണെങ്കിൽ നമുക്കൊരു എക്സ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് എക്സ് ആണെന്ന് വിചാരിക്കുക. അതിൽ ഒരു സെറ്റ് എ ഉണ്ട്. ഈ എ എന്ന് ഓപ്പൺ സെറ്റ് ആവണമെങ്കിൽ എന്താ വേണ്ടത്? ഈ എയിൽ നിന്ന് ഏതൊരു പോയിൻ്റ് എക്സ് നോട്ട് എടുത്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് പറ്റണം? ഏതൊരു പോയിൻ്റ് എക്സ് നോട്ട് എടുത്ത് കഴിഞ്ഞാലും ഈ എക്സ് നോട്ട് സെൻറ്ററായിട്ട് ഒരു റേഡിയസ് പോസിറ്റീവ് ആർ നമുക്ക് ഉണ്ടാവണം. സച്ച് ദാറ്റ് എക്സ് നോട്ട് സെൻറ്ററായിട്ട് ആർ റേഡിയസിൽ ഒരു ഓപ്പൺ ബോൾ എടുത്താൽ അത് എവിടെ ഉണ്ടാവണം? എയ്ക്കകത്ത് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ വരച്ചിട്ട് എടുത്തിട്ടുള്ള ഈ എയുടെ അകത്തിൽ നിന്ന് ഏതൊരു പോയിൻ്റ് എടുത്താലും ആ പോയിൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ബോൾ എയുടെ അകത്ത് തന്നെ കണ്ടെയ്ൻ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ എനെ എന്ത് വിളിക്കും? ഓപ്പൺ സെറ്റ് എന്ന് വിളിക്കും. എയുടെ അകത്ത് ഏതൊരു പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ് എടുത്താൽ അവിടെയും ഇത് പോസിബിൾ ആവണം, അടുത്ത പോയിൻ്റ് എടുത്താൽ അവിടെയും പോസിബിൾ ആവണം. എയുടെ അകത്ത് ഏതൊരു പോയിൻ്റ് എടുത്താലും ഇതുപോലെ നമുക്ക് ആ പോയിൻ്റ് സെൻറ്ററായിട്ട് ഒരു ഏതെങ്കിലും ഒരു പോസിറ്റീവ് നമ്പർ ആർ റേഡിയസ് ആയിട്ട് ഓപ്പൺ ബോൾ നമുക്ക്
എയുടെ അകത്ത് തന്നെ കണ്ടെയ്ൻഡ് ആയിട്ട് കിട്ടുന്നെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, ഇതിനൊരു ഓപ്പൺ സെറ്റ് എന്ന് വിളിക്കും. ഓക്കെ എന്നിപ്പോൾ നമ്മൾ ഓപ്പൺ ബോളിൻ്റെ ഡെഫിനേഷനാണ് ഇവിടെ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ബി എക്സ് നോട്ട് ആർ എന്താണെന്നുള്ളതാണ് സെറ്റ് ഓഫ് എക്സ് ബിലോങ് ടു എക്സ് ബി എക്സ് എക്സ് നോട്ട് ലെസ് ദാൻ ആർ ഷുഡ് ബി കണ്ടെയ്ൻഡ് ഇൻ എ. ഓക്കെ, നൗ ലെറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 5 ഒരു നോൺ എംപ്റ്റി സെറ്റ് കൺസിഡർ ചെയ്യുക. ഇനി എ ഐ ബിലോങ് ടു പി ഓഫ് എക്സ്. ഓക്കെ, പവർ സെറ്റ് ഓഫ് എക്സിൽ നിന്നാണ് ഇത്. സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റുകൾ എടുക്കുന്നു, അതിൽ നിന്നാണ് എ ഐസ് എടുക്കണേ. ഇനി നമ്മൾ ടോ എന്നുള്ളൊരു സെറ്റ് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ഡിഫൈൻ ചെയ്ത് നോക്കൂ. എക്സ് നോൺ എംപ്റ്റി സെറ്റ് എടുത്തു, എക്സ് നോട്ട് ഈക്വൽ ടു 5. ഓക്കെ, പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പവർ സെറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷനാണ് എന്ത്, പി ഓഫ് എക്സ്. സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എക്സ് ആണ് പി ഓഫ് എക്സ്. അതിൽ നിന്ന് A1 A2 A3 എന്ത് വേണമെങ്കിലും കൊടുക്കാം. എ ഐസ് നമ്മൾ ചൂസ് ചെയ്യുന്നു. അപ്പോൾ എ ഐസ് ഒക്കെ എന്താണ്, ഒരു എ ഐ എടുത്തത് എന്താണ്, അത് എക്സിൻ്റെ ഒരു സബ്സെറ്റുകളാണ്. ഓക്കെ, എക്സിൻ്റെ സബ്സെറ്റുകളുടെ കളക്ഷനാണ് പി ഓഫ് എക്സ്. അതിൽ നിന്ന് ഒരാളെടുത്ത ഉറപ്പായിട്ട് എ എന്തായിരിക്കും, എക്സിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഈ ടോ എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ടോ എന്ന് വിളിച്ച ഈ സിമ്പിൾ കേട്ടോ. വാട്ട് ഈസ് ഹൗ ഹാവ് ദേ ഡിഫൈൻ ടോ. ടോ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ഐസ് വെർ എ ഐ ബിലോങ് ടു പി ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ എന്താ, എക്സിൻ്റെ സബ്സെറ്റുകളിൽ നിന്ന് കുറച്ച് സബ്സെറ്റുകൾ സെലക്ട് ചെയ്തെടുത്തേക്കാണല്ലേ, കളക്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഈ സബ്സെറ്റിൽ ഒരു എലിമെൻറ്റ് വരാനുള്ള പ്രത്യേകത എന്താ, അത് എക്സിൻ്റെ ഒരു സബ്സെറ്റ് ആവണം എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സബ്സെറ്റുകളുടെ കളക്ഷനിൽ ഒരു മെമ്പർ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സബ്സെറ്റ് ആവണം. സോ ടോ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ഐ വെർ എ ഐ ബിലോങ് ടു പി ഓഫ് എക്സ്. ഫസ്റ്റ് കണ്ടീഷൻ, എക്സ് ബിലോങ് ടു ടോ. എക്സ് ബിലോങ് ടു ടോ ആണ്. കാരണം എന്താ, എക്സ് ടോയിലുണ്ടാവും. ബിക്കോസ് എക്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് എക്സിൽ ഏതൊരു സെറ്റും അതിൻ്റെ സബ്സെറ്റാണ്. അതുകൊണ്ട് എക്സ് ബിലോങ് ടു പി ഓഫ് എക്സ് ആയിരിക്കും. പവർ സെറ്റ് ഓഫ് എക്സ് എന്താ, സെറ്റ് ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്സ് ആണ്. എക്സിൻ്റെ തന്നെ സബ്സെറ്റ് ആയ കാരണം എക്സ് ടോയിലുണ്ട്. ദാറ്റ് ഇസ് അണ്ടർസ്റ്റുഡ്. ഓൾസോ നൾ സെറ്റും ടോയിലുണ്ട്. എന്തുകൊണ്ടാണ് നൾ സെറ്റ് ടോയിൽ, നൾ സെറ്റ് ഇസ് സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. സോ നൾ സെറ്റും ടോയിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ അവിടെ വെരിഫൈഡ്. ഇനി ആർബിട്രറി യൂണിയൻ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് ടോ ഈസ് അഗെയിൻ ഈസ് എൻ എലിമെൻറ്റ് ഓഫ് ടോ. നമ്മൾ എന്ത് ചെയ്യണു, ഈ ടോ എന്ന് പറഞ്ഞ കളക്ഷൻ്റെ അകത്തുനിന്ന് ആർബിട്രറി നമ്പർ ഓഫ് ആൾക്കാർ എടുക്കുക. എത്ര ആൾക്കാർ എടുത്താലും അതിന് യൂണിയൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ സബ്സെറ്റുകൾ നമ്മൾ എടുത്തു. ഈ സബ്സെറ്റുകളുടെയൊക്കെ യൂണിയൻ എടുക്കുക. അപ്പോൾ എക്സിൻ്റെ കുറേ സബ്സെറ്റ് എടുത്ത് ആ സബ്സെറ്റുകളുടെയൊക്കെ യൂണിയൻ എടുത്താൽ കിട്ടുന്നത് വീണ്ടും എന്ത് തന്നെയായിരിക്കും, എക്സിൻ്റെ ഒരു സബ്സെറ്റ് തന്നെയായിരിക്കും അല്ലേ. ഒരു പാരൻറ്റ് സെറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് കുറേ സബ്സെറ്റ് കളക്ട് ചെയ്യുക. ഈ കളക്ട് ചെയ്ത സബ്സെറ്റുകളുടെയൊക്കെ യൂണിയൻ എടുത്താൽ വീണ്ടും എന്ത് തന്നെ കിട്ടുക, ആ പാരൻറ്റ് സെറ്റിൻ്റെ വേറെ സബ്സെറ്റാണ് കിട്ടുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ആർബിട്രറി യൂണിയൻ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് ടോ എന്ത് തന്നെയാണ്, ആർബിട്രറി യൂണിയൻ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് ടോ എന്ത് തന്നെയാണ്, വീണ്ടും അത് ടോയിലെ മെമ്പർ ആയിരിക്കും. ഇതുപോലെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് ടോ. അപ്പോൾ ഇവിടെ ചെയ്യാൻ എന്താ, വീണ്ടും എന്ത് ചെയ്യുക, എക്സിൽ നിന്ന് ഫൈനൈറ്റ് നമ്പർ ഓഫ് ആൾക്കാർ എടുക്കുക. ഒരാൾ, രണ്ടാൾ, അല്ലെങ്കിൽ ഒരു രണ്ട് സബ്സെറ്റ് എടുത്തിട്ട് അതിന് ഇൻ്റർസെക്ഷൻ നടത്തുക. അപ്പോൾ കോമൺ ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും അതെന്ത് തന്നെയായിരിക്കും, വേറെ സബ്സെറ്റ് ആയിരിക്കും. കോമൺ ഇല്ലെങ്കിൽ നൾ സെറ്റ് ആയിരിക്കും. നൾ സെറ്റ് അവർക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ എവിടെ ടോയിൽ നിന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആർബിട്രറി യൂണിയൻ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് ടോ എടുത്താലും അത് എവിടെ ഉണ്ടാവും, ടോയിലുണ്ടാവും. ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് ടോ എടുത്താലും എവിടെ ഉണ്ടാവും, അതും ടോയിലുണ്ടാവും. ഈ 3 കണ്ടീഷനും നമുക്ക് ഈ ടോ എന്ന് പറഞ്ഞ ഈ സെറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഏതൊക്കെയാണ് വേണ്ടത്, എക്സ് ഒരു നോൺ എംപ്റ്റി സെറ്റ് എക്സ് എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്. ആ എക്സിൻ്റെ ബേസിലാണ്, എക്സിൻ്റെ പവർ സെറ്റ് എടുത്തിട്ടാണ് നമ്മൾ ടോ ഡിഫൈൻ ചെയ്തത്. ഈ ടോയുടെ അകത്ത് ആരൊക്കെയുണ്ടെന്ന് പറഞ്ഞു, എക്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഫൈ ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ആർബിട്രറി യൂണിയൻ ഉണ്ടെന്ന് പറഞ്ഞു. ആർബിട്രറി യൂണിയൻ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് ടോ വീണ്ടും ടോയിലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് ടോ വീണ്ടും ടോയിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ 3 കണ്ടീഷൻസും നമ്മൾ ടോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെറ്റാണ് ടോ എന്ന് പറഞ്ഞു നമ്മൾ. ഓക്കെ, ഇഫ് ടോ സാറ്റിസ്ഫൈസ് ദീസ് 3 കണ്ടീഷൻസ്, ഈ 3 കണ്ടീഷനും ടോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ദീസ് 3 കണ്ടീഷൻസ്, ദെൻ ടോ ഇസ് കോൾഡ് എ ടോപ്പോളജി. ദെൻ ടോ ഇസ് എ ടോപ്പോളജി. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടോപ്പോളജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് എക്സ് എന്നുള്ള സെറ്റ് വേണം, അതിൽ ടോ എന്നുള്ളൊരു കളക്ഷൻ വേണം. സോ ഈ രണ്ടും കൂടി ഒരുമിച്ച് ഒരു ടപ്പിളൊക്കെ എടുത്ത് നമ്മൾ എന്ത് വിളിക്കും, ഇതിനെ ടോപ്പോളജിക്കൽ സ്പേസ് എന്ന് വിളിക്കും. സോ എക്സ് ടോ എന്താണ്, ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. സോ എന്താണ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ, so topology is nothing but it is an ordered pair. It's an ordered pair called x comma tau. Now what is tau? Tau is a family of subsets of x. അല്ലേ, എക്സിൻ്റെ ഒരു ഫാമിലി ഓഫ് സബ്സെറ്റ്സ് ആണ്. എന്തൊക്കെ പ്രത്യേകതകളാണ് ആ ഫാമിലിക്കുള്ളത്, അല്ലെങ്കിൽ ആ കളക്ഷനുള്ളത്? എക്സ് ആ ഫാമിലിയിൽ ഉണ്ടാവണം, ടോ ഫൈ ആ ഫാമിലിയിൽ ഉണ്ടാവണം, എക്സ് ടോയിലുണ്ടാവണം, ഫൈയും ടോയിലുണ്ടാവണം. പിന്നെ അടുത്ത പ്രത്യേകത എന്താ, ഈ ഫാമിലിയിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോ എന്നുള്ള ഈ കളക്ഷനിൽ നിന്ന് ആർബിട്രറി യൂണിയൻ നിങ്ങൾക്ക് ഇഷ്ടം ആർബിട്രറി എലിമെൻറ്റ്സ് നമ്പർ ഓഫ് സബ്സെറ്റ്സ് എടുക്കുക, ആർബിട്രറി ആൾക്കാരുടെ അതിനൊക്കെ യൂണിയൻ എടുക്കുക. സോ ആ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതും ഇവിടെ ഉണ്ടാവണം, ആ ടോയിലിന് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ദിസ് ടോ മസ്റ്റ് ബി ക്ലോസ്ഡ് അണ്ടർ ആർബിട്രറി യൂണിയൻ.
ആർബിട്രറി യൂണിയൻ ക്ലോസ്ഡ് ആണ്. സോ ടോയിൽ നിന്ന് യു ടേക്ക് ആസ് മെനി എലമെൻറ്റ്സ് ആസ് യു വോണ്ട് ആൻഡ് യു ടേക്ക് ദ യൂണിയൻ. So if you take the union, the resulting new set, that is the set that we obtained after taking the union, should again be a member of ടോ. ഓക്കെ, അപ്പോൾ അതും നമുക്ക് വേണം. സോ ടോ മസ്റ്റ് ബി ക്ലോസ്ഡ് അണ്ടർ ആർബിട്രറി യൂണിയൻ. വാട്ട് ഇസ് ദ തേർഡ് കണ്ടീഷൻ? തേർഡ് കണ്ടീഷൻ says that it must be closed under finite intersection. So what should be closed? Tau must be closed under finite intersection. That means if you take any finite number of elements from Tau, ടോയിൽ നിന്ന് നിങ്ങൾക്ക് ഫൈനൈറ്റ് നമ്പർ ഓഫ് ആൾക്കാർ എടുക്കാം. 1, 2, 3, 4 എത്ര കൊണ്ട് എടുക്കാം. ബട്ട് ഇറ്റ് ഷുഡ് ബി ഫൈനൈറ്റ് നമ്പർ ഓഫ് ആൾക്കാർ എടുക്കുക. ദെൻ ടേക്ക് ദ പോസിബിൾ ഇൻ്റർസെക്ഷൻ. ഇഫ് യു ടേക്ക് ദ ഇൻ്റർസെക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ടോ, ദെൻ ദാറ്റ് ദ ന്യൂ സെറ്റ് which is obtained as the intersection of these finitely chosen elements of ടോ, that should be again be a member of ടോ. Okay, if the set Tau satisfies all these three conditions, then we call Tau as a topological space. On this topology, we call Tau as a topology on X, and the ordered tuple X Tau is called topological space. Okay, so this is the definition of a topological space where X is an non-empty set. Okay, so you have to keep this in mind. Okay. Now, elements in a topology are called open sets. Open sets are topological elements. സോ ഈ അടുത്ത് നമുക്ക് പുതിയതായിട്ട് കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ടോപ്പോളജി ഡിഫൈൻ ചെയ്ത് പറഞ്ഞു, ദിസ് ഓർഡർ ടപ്പിൾ ഇസ് കോൾഡ് എ ടോപ്പോളജി എന്ന് പറഞ്ഞു. സോ ദിസ് ടോ ഇസ് വാട്ട്? ടോ ഇസ് എ കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്സ്. എക്സിൻ്റെ സബ്സെറ്റുകളുടെ കളക്ഷനാണ്. ഈ ടോയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? We call the elements of Tau as open sets. നേരത്തെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഓപ്പൺ സെറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ പോയിൻറ്റും ഇൻറ്റീരിയർ പോയിൻ്റ് ആയിട്ടുള്ള സെറ്റുകൾ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓപ്പൺ സെറ്റ് പഠിച്ചത്. അതൊരു പ്രത്യേക തരം ടോപ്പോളജി വരുമ്പോഴാണ് ആ ഒരു കൺസെപ്റ്റ് വരുന്നുണ്ടാവുക. ശരിക്കും നമ്മൾ കുറച്ചുകൂടി ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ടോപ്പോളജിക്കൽ സ്പേസിലെ എല്ലാ എലമെൻറ്റുകളും നമുക്ക് നമ്മളെ സംബന്ധിച്ച് എന്താണ്? ഓപ്പൺ സെറ്റുകളാണെന്ന് പറയാൻ പറ്റും. So the elements of Tau are called open sets. Okay, so the elements of Tau are called open sets. ഇപ്പോൾ ടോ എന്നുള്ള ഒരു സെറ്റിലകത്ത് ഒരു സിംഗിൾട്ടൺ 1 ഉണ്ടെങ്കിൽ ഈ സിംഗിൾട്ടൺ 1 ഇവിടെ എന്താണ്? ഓപ്പൺ ആണ് എന്ന് വേണം കരുതാൻ. ഓക്കെ, ഇപ്പോൾ ടോ എന്ന് പറഞ്ഞ ആ കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റിൽ ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ 1, 2 ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ 1, 2 നമുക്ക് എന്താണ്? ഓപ്പൺ സെറ്റാണ് ഈ ടോപ്പോളജിയിൽ. സോ ടോയുടെ അകത്ത് ആരുണ്ടോ അവരൊക്കെ നമ്മൾ എന്ത് വിളിക്കും? അവരൊക്കെ നമ്മൾ ഓപ്പൺ സെറ്റ് എന്ന് വിളിക്കും എന്നുള്ള കാര്യം ഇനി മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, നൗ ഡെഫിനേഷൻ. സോ എ ടോപ്പോളജിക്കൽ സ്പേസ് ഇസ് എ പെയർ എക്സ് ടോ. അവർ ഒന്നുകൂടെ സ്റ്റാൻഡേർഡായിട്ട് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, സോ ദ ടോപ്പോളജിക്കൽ സ്പേസ് ഇസ് എ പെയർ എക്സ് ടോ വെയർ എക്സ് ഇസ് എ സെറ്റ് ആൻഡ് ടോ ഇസ് എ ഫാമിലി ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്സ്. ഓക്കെ, സാറ്റിസ്ഫൈയിങ് phi belong to Tau and X belong to Tau. Tau is closed under arbitrary unions. That is, if you take union of lambda belong to capital lambda, ഈ നമ്മൾ ഇത് സ്മോൾ ലാംഡയാണ്, എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ലാംഡ എങ്ങനെ എഴുതാം? ഓക്കെ, യൂണിയൻ ഓഫ് ലാംഡ ബിലോങ് ടു ക്യാപിറ്റൽ ലാംഡ എ ലാംഡ belong to Tau for every a lambda coming from Tau. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടോയിൻ്റെ അകത്തുനിന്ന് you can take as many elements as you want and then you take the arbitrary union. The resultant union must be again member of Tau. അതാണ് പറയണത് കേട്ടോ. നിങ്ങൾ ടോയുടെ അകത്ത് you take the possible a lambdas where a lambda coming from capital lambda. ഇങ്ങനെ a lambda ഒക്കെ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? you take the union. ആ യൂണിയൻ എവിടെ ഉണ്ടാവണം? വീണ്ടും ടോയിൽ ഉണ്ടാവണം. that is Tau must be closed under arbitrary union. Similarly, Tau is closed under finite intersection. So you take any two elements A and B from Tau, then it is enough to show that A intersection B is there in Tau. കാരണം 2 ട്രൂ ആണെങ്കിൽ 3 ട്രൂ ആയിരിക്കും, 3 ട്രൂ ആണെങ്കിൽ 4 ട്രൂ ആയിരിക്കും. ബൈ ഇൻഡക്ഷൻ പ്രോസസ് നമുക്ക് ഏത് ഫൈനൈറ്റ് നമ്പറിലേക്ക് വേണമെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ക്ലോസ്ഡ് ആൻഡ് ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഇറ്റ് ഇസ് ഇനഫ് ആൻഡ് മോർ പ്രൂഫ് ദാറ്റ് ഇഫ് A and B is are elements in Tau, then it is enough to show that A intersection B is a member of Tau. Okay. The members of Tau is said to be open in X or open subsets of X. നമ്മളിങ്ങനെയാണ് അതിനെ നമ്മൾ വിളിക്കുക. സോ ടോയിലുള്ള മെമ്പേഴ്സിനെ അവരെങ്ങനെ ഇരുന്നാലും, സിംഗിൾട്ടൺ ആയാലും അത് ക്ലോസ്ഡ് ഇൻ്റർവൽ പോലെ ഇരുന്നാലും ഒക്കെ നമ്മളെ സംബന്ധിച്ച് എന്താണ്? അത് ടോയിൽ മെമ്പർ ആണോ? ദേ ആർ സെറ്റ് ടു ബി ഓപ്പൺ ഇൻ എക്സ്. അങ്ങനെയാണ് നമ്മളതിനെ വിളിക്കുക. സോ ദിസ് ഇസ് ദ ഫോർമൽ ഡെഫിനേഷൻ ഓഫ് എ ടോപ്പോളജിക്കൽ സ്പേസ്. സോ ഇറ്റ് ഇസ് എൻ ഓർഡേർഡ് ഇറ്റ് ഇസ് എ പെയർ എക്സ് ടോ where X is a set and Tau is a family of subsets of X satisfying three conditions. Phi belong to Tau, X belong to Tau, Tau closed under arbitrary unions, and Tau closed under finite intersections. And members of Tau are called open sets. ഇത്ര കാര്യങ്ങൾ നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. Now once this topology is a collection of open intervals
ആൻഡ് യൂണിയൻ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസ്. അപ്പോൾ അങ്ങനത്തെ ഒരു കളക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യു ടേക്ക് ആറ് കൺസിഡർ ചെയ്യുക. R5 ഇത് ടോപ്പോളജി എന്ന് പറയുക. ടോ 1 ആയിട്ട് എന്ത് ചൂസ് ചെയ്യുക? ചൂസ് ടോ 1 ടു ബി R,5. ഇത് കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് ആണ്. അപ്പോൾ 6 കൺസിഡർ ചെയ്യുക. 6 സെറ്റ്. അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക? 6ഉം 5ഉം എടുക്കുക. ഇപ്പോൾ ടോ എന്ന് പറഞ്ഞ ഫാമിലി സബ്സെറ്റ്സ് ആണല്ലോ. അപ്പോൾ ഈ 2 സബ്സെറ്റ് മാത്രമേ ഉള്ളൂ. ഫുൾ സെറ്റും ഉണ്ട്, നൾ സെറ്റും ഉണ്ട്. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി എന്താവും? കാരണം നോക്കുക, ഫുൾ സെറ്റ് നൾ സെറ്റ് ഉണ്ടെങ്കിൽ ഇതനുസരിച്ച് ഫുൾ സെറ്റിന് എക്സ് 6 എടുത്തേനെ കേട്ടോ. ഫുൾ സെറ്റും ഉണ്ട്, നൾ സെറ്റും ഉണ്ട്. അപ്പോൾ എന്ത് ഫസ്റ്റ് കണ്ടീഷൻ അനുസരിച്ച് ഇത് ട്രൂ ആണ്. അടുത്തത് ടോ ക്ലോസ്ഡ് ഇൻ ആർബിട്രറി യൂണിയൻ. ആകെപ്പാടെ 5ഉം ഉണ്ട് 6ഉം ഉണ്ട്. സോ അതിൻ്റെ യൂണിയൻ എടുത്ത് എന്ത് കിട്ടും? വീണ്ടും 6 തന്നെ കിട്ടും. 6 എവിടെ ഉണ്ട്? നമ്മുടെ ടോ 1 സോ ഓട്ടോമാറ്റിക് സെക്കൻഡ് കണ്ടീഷൻ ഹോൾഡ് ചെയ്തു. ഇനി ഇൻ്റർസെക്ഷൻ നൾ സെറ്റും ഉണ്ട് 6ഉം ഉണ്ട്. അത് ഇൻ്റർസെക്ഷൻ തന്നെ എന്ത് തന്നെയാണ്? നൾ സെറ്റാണ്. സോ നൾ സെറ്റ് എവിടെ ഉണ്ട്? ഈ പറഞ്ഞ ടോയിലുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതും ക്ലോസ്ഡ് ആണ്, ഫൈനൈറ്റ് ഇൻ്റർസെക്ഷനായി. സോ എന്ന് പറഞ്ഞാൽ R വിത്ത് ടോ where ടോ is equal to set R,5. This will be a topology. So R tau. Okay, R tau will be a topological space. ഓക്കെ, ഈ ആർ ടോ ഇത് ടോപ്പോളജിക്കൽ സ്പേസ് എന്ന് പറഞ്ഞു. അതിന് ടോ 1 എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ ആർ ടോ എന്ന് വിളിച്ചിരിക്കുന്ന R5 ഇതൊരു ടോപ്പോളജി എന്ന് പറഞ്ഞു. അതിൽ 1, 2 ഉണ്ടോ? ഇതൊരു ഓപ്പൺ സെറ്റ് ആവില്ല. കാരണം എന്താ? ഈ 1, 2 ഓപ്പൺ ഇൻ്റർവെൽ എവിടുത്തെ മെമ്പറല്ല? ഇതിലെ മെമ്പറല്ല. ഇതിലാകെ രണ്ട് ആൾക്കാരുള്ളൂ. ഒന്ന് 6ഉം ഫുൾ സെറ്റ് റിയൽ നമ്പേഴ്സും ഉണ്ട്, പിന്നെ നൾ സെറ്റും ഉണ്ട്. അതിൽ മെമ്പറല്ല ഓപ്പൺ ഇൻ്റർവെൽ 1, 2. അതുകൊണ്ട് ഇത് ഓപ്പൺ അല്ല. ഈ ടോപ്പോളജിയിൽ ഓപ്പൺ അല്ല എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വാട്ട് പറയണം. സോ ഈ ടോപ്പോളജിയിൽ ഓപ്പൺ ഇൻ്റർവെൽ 1, 2 ഓപ്പൺ സെറ്റ് അല്ല. ഓക്കെ, സോ ഇങ്ങനെയുള്ള ടോപ്പോളജി, അതായത് ഫുൾ സെറ്റ് നൾ സെറ്റ് മാത്രമുള്ള ടോപ്പോളജി എടുക്കുന്ന പേരാണ് എന്ത്? ഇറ്റ്സ് കോൾഡ് ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി. ദിസ് ഇസ് സംതിങ് യു ഷുഡ് നോ, യു ഷുഡ് റിമെമ്പർ ദ നെയിം. ഓക്കെ, സച്ച് എ ടോപ്പോളജി X5 full set and null set മാത്രമുള്ള ടോപ്പോളജി. such a topology is called an indiscrete topology. Okay, now consider another topology, ടോ 2 again it is അത് R തന്നെയാണ് പറയുന്നത്. സോ ഏതൊക്കെ എലമെൻറ്റ്സ് ഉള്ളത്? 6 ഉണ്ട്, പിന്നെ null set 5 ഉണ്ട്, 6 ഉണ്ട്, 5 ഉണ്ട്, റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. ഇത് ടോപ്പോളജി ആണെന്ന് നോക്കണം. 3 കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. ഫുൾ സെറ്റ് 6 ഉണ്ട്, നൾ സെറ്റ് 5 ഉണ്ട്. സോ ആദ്യത്തെ കണ്ടീഷൻ ഓക്കെ. ഇനി എന്താ? ആർബിട്രറി യൂണിയനിൽ ക്ലോസ്ഡ് ആവണം. ഇതിൽ നിന്ന് ഏതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുടെ യു ടേക്ക് ദ യൂണിയൻ. ക്യൂവും R-Q എടുത്താൽ അഗൈൻ 6 കിട്ടും, അത് 12 മെമ്പറാണ്. ഇനി 5ഉം Q എടുത്ത് യൂണിയൻ എടുത്താൽ യു വിൽ ഗെറ്റ് Q, അത് 12 മെമ്പറാണ്. 5ഉം R-Q എടുത്ത് യൂണിയൻ എടുത്താൽ R-Q കിട്ടും, അതും 12 മെമ്പറാണ്. സോ എങ്ങനെ എടുത്താലും ഇത് യൂണിയൻ ആയിട്ടുണ്ട്, ഈ ടോ 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ക്ലോസ്ഡ് ഇൻ ആർബിട്രറി യൂണിയൻ. ഞാൻ വിട്ട് ഇത് ഫൈൻഡ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒന്നെങ്കിൽ എന്ത് വരും? നൾ സെറ്റ് വരും, അല്ലെങ്കിൽ Q വരും, അല്ലെങ്കിൽ R-Q വരും. ഇത് 3 പോസിബിലിറ്റിയേ ഉള്ളൂ ഇൻ്റർസെക്ഷൻ വരുമ്പോൾ. നൾ സെറ്റ് വരെ എങ്ങനെയാണ്? Q ഇൻ്റർസെക്ഷൻ R-Q, രണ്ടിനും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഇല്ല. ഇനി എപ്പോഴാണ് ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടുക? Q കിട്ടുക. യു ടേക്ക് ഇൻ്റർസെക്ഷൻ ഓഫ് R ആൻഡ് Q കിട്ടും. യു ടേക്ക് ഇൻ്റർസെക്ഷൻ ഓഫ് R ആൻഡ് R-Q കിട്ടും. സോ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, ടോ 2 സോ അതൊരു ടോപ്പോളജിയാണ്. ടോ 2 ഈസ് അനദർ ടോപ്പോളജി ഓൺ R. സോ ടോ നമ്മൾ ആദ്യം ടോ 1 പറഞ്ഞല്ലോ, ഏതാ? 6ഉം നൾ സെറ്റും ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി ആണ്. അതാണ് ടോ 2. ഇത് വേറൊരു ടോപ്പോളജിയാണ്. നൗ സി ടോ 3 ടോപ്പോളജി ഒന്ന് നോക്കൂ. 6 ഉണ്ട്, 5 ഉണ്ട്, സിംഗിൾട്ടൺ 1 സിംഗിൾട്ടൺ 2 ഉണ്ട്. അത് ടോപ്പോളജി ആവില്ല. കാരണം എന്താ? 6ഉം 5ഉം ഉണ്ട്, ഫുൾ സെറ്റും നൾ സെറ്റും എന്തായാലും ഉണ്ട്. പിന്നെ ആർബിട്രറി യൂണിയൻ ക്ലോസ്ഡ് ആവും. സിംഗിൾട്ടൺ 1ഉം സിംഗിൾട്ടൺ 2ഉം നമുക്ക് എവിടെ ഉണ്ട്? ടോപ്പോളജിയിലുണ്ട് അല്ലേ? ഇതുണ്ട്. പക്ഷേ ഇതിൻ്റെ യൂണിയൻ ആയിട്ട് വരുന്ന സെറ്റ് 1, 2 എവിടെ ഇല്ല? ഇത് ടോ 3 ഇല്ല. അതുകൊണ്ട് ടോ 3 എന്തല്ല? ടോപ്പോളജി അല്ല. ഓക്കെ, അടുത്തത് ഇതുപോലെ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്ന ABC എന്നുള്ള സെറ്റിൽ X = ABC ആണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ടോപ്പോളജി ഓൺ X എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോ 1, ടോ 2, ടോ 3, ടോ 4 4 കൊടുത്തിട്ടുണ്ട്. പ്ലീസ് വെരിഫൈ ഏതൊക്കെയാണ് ടോപ്പോളജി എന്ന് വെരിഫൈ ചെയ്യുക, കാരണം കണ്ടുപിടിക്കുക. Okay, now this is something very important. How do you define a closed set? A closed set is defined as a complement of an open set. ഒരു ഓപ്പൺ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ എന്ത് വിളിക്കണേ? ക്ലോസ്ഡ് സെറ്റ് എന്ന് വിളിക്കണേ. സംതിങ് വെരി ഡിഫറൻസ്. പ്ലീസ് ടിക്ക് ഓൺ ടു ദ ഡെഫിനേഷൻ. ക്ലോസ്ഡ് സെറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദി കോംപ്ലിമെൻ്റ് ഓഫ് ആൻ ഓപ്പൺ സെറ്റ്. ഓപ്പൺ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് എന്ത്? ക്ലോസ്ഡ് സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞ ഒരു കാര്യം നമുക്കൊന്ന് കുറച്ചൊരു ക്യൂരിയോസിറ്റി ഇൻവോൾവ് കാര്യമാണ്. നോക്കൂ, ടോൺ ഒരു ടോപ്പോളജി ആണെന്ന് പറഞ്ഞു അല്ലേ? ഓൾസോ നമ്മൾ എന്ത് പറഞ്ഞു? ടോപ്പോളജിയിലുള്ള എല്ലാ ആൾക്കാരും നമുക്ക് ഓപ്പൺ ആണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ഒരു ഓപ്പൺ സെറ്റാണ്. ബിക്കോസ് 6 ഇസ് എ മെമ്പർ ഓഫ് ടോ 1. ടോ 1 മെമ്പറാണ് 6. സോ 6 ഓപ്പൺ സെറ്റാണ്. 6ൻ്റെ നമ്മുടെ ക്ലോസ്ഡ് സെറ്റിൻ്റെ ഡെഫിനേഷൻ എന്താ പറഞ്ഞത്? കോംപ്ലിമെൻ്റ് ഓഫ് ഓപ്പൺ സെറ്റാണ്
എന്ത് ക്ലോസ്ഡ് സെറ്റ്. അപ്പോൾ ആറിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താ? ആറിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നൾ സെറ്റാണ്. എവിടെ നോക്കണേ? ആറെന്നുള്ള സെറ്റിൽ ആറിൻ്റെ കോംപ്ലിമെൻ്റ് എന്താ? നൾ സെറ്റാണ്. അപ്പോൾ നൾ സെറ്റ് എന്താണ് അവിടെ? ക്ലോസ്ഡ് ആണ് അല്ലേ? ബിക്കോസ് ആറ് ഓപ്പൺ സെറ്റാണ്, കാരണം 6 ടോണിലെ മെമ്പറാണ്, അതുകൊണ്ട് 6 ഓപ്പൺ സെറ്റാണ്. 6ൻ്റെ കോംപ്ലിമെൻറ്റ് 5 ആണ്. സോ 5 എന്തായിരിക്കണം? ബൈ ഡെഫിനിഷൻ ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കണം. പക്ഷേ അതേ സമയത്ത് 5 എവിടെ ഉണ്ട്? ഈ ടോപ്പോളജിയിലുണ്ട്. അതുകൊണ്ട് ടോപ്പോളജിയിൽ മെമ്പർ ആയത് കാരണം 5 ഇവിടെ എന്തും കൂടിയാണ്? ഓപ്പൺ സെറ്റും കൂടിയാണ്. ഒരേ സമയത്ത് നൾ സെറ്റ് 5 എന്താണ്? ഓപ്പൺ സെറ്റുമാണ്, ക്ലോസ്ഡ് സെറ്റുമാണ്. മനസ്സിലായോ? ഇനി 5ൽ നിന്ന് ആരംഭിച്ച് നോക്കൂ. 5 ഒരു ഓപ്പൺ സെറ്റാണ്, കാരണം 5 നമ്മുടെ ടോപ്പോളജിയിലെ മെമ്പറാണ്. 5യുടെ കോംപ്ലിമെൻറ്റ് എന്താ? 5യുടെ കോംപ്ലിമെൻറ്റ് ഫുൾ സെറ്റാണ്, എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 6 എന്ത് സെറ്റായി മാറി? 6 ക്ലോസ്ഡ് സെറ്റായി മാറി. ബൈ ദ ഡെഫിനിഷൻ ഓഫ് ക്ലോസ് സെറ്റ് 6 ഇസ് എ ക്ലോസ്ഡ് സെറ്റ്. പക്ഷേ 6 ടോപ്പോളജിയിൽ മെമ്പർ ആകുമ്പോൾ 6 എന്താണ്? ഓപ്പൺ സെറ്റാണ്. കണ്ടോ? അതുകൊണ്ട് ഈ ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജിയിൽ ഉള്ള എക്സും നൾ സെറ്റും ഫുൾ സെറ്റും ഒരേ സമയത്ത് എന്ത് തന്നെയാണ്? ഓപ്പൺ സെറ്റുമാണ്, ക്ലോസ്ഡ് സെറ്റുമാണ്, രണ്ടുമാണ്. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകം ഓർപ്പിക്കണം. സോ ക്ലോസ്ഡ് സെറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ കോംപ്ലിമെൻറ്റ് ഓഫ് എൻ ഓപ്പൺ സെറ്റ്. സോ ദാറ്റ് ഇസ് സംതിങ് യു ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്. ഓപ്പൺ സെറ്റിൽ എന്താണ്? ഓപ്പൺ സെറ്റ്സ് ആർ ദ മെമ്പേഴ്സ് ഓഫ് നമ്മുടെ ടോപ്പോളജി ടു. ഓക്കെ, so x equal to a b c d and the following are topologies on x. Find the closed sets in these topological spaces. അപ്പോൾ ടോൺ നോക്കൂ. ടോണിൽ എക്സ് ഉണ്ട്, 5 ഉണ്ട്. എക്സ് എന്താ? എ ബി സി ഡി. ഓക്കെ, എക്സ് ഉണ്ട്, 5 ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട് അല്ലേ? ഇത് ടോൺ ടോപ്പോളജിയാണ്. സോ ടോൺ എന്നുള്ള ടോപ്പോളജി ക്ലോസ്ഡ് സെറ്റ് ഏതൊക്കെയാണ്? എക്സ് എടുക്കുക, എക്സ് കോംപ്ലിമെൻറ്റ് എടുക്കുക. ഓരോ സെറ്റ് എടുക്കാനും കോംപ്ലിമെൻറ്റ് എടുക്കത്തേ ഉള്ളൂ. എക്സ് എടുക്കുക, എക്സ് കോംപ്ലിമെൻറ്റ് എടുക്കുക. സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. And it is x complement, now it is 5 complement, it is a complement, it is b complement and ab whole complement. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? എല്ലാ സെറ്റിൻ്റെയും കോംപ്ലിമെൻറ്റ് എടുത്തു. എക്സിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് 5, കണ്ടോ? 5യുടെ കോംപ്ലിമെൻ്റ് ആണ് എക്സ്. ഇനി എയുടെ കോംപ്ലിമെൻറ്റ് ഇത് എ ബി സി ഡി ആണ്. അപ്പോൾ എയുടെ കോംപ്ലിമെൻ്റ് ആണ് ബി സി ഡി, ബിയുടെ കോംപ്ലിമെൻ്റ് ആണ് എ സി ഡി, എ ബിയുടെ കോംപ്ലിമെൻ്റ് ആണ് സി ഡി. അപ്പോൾ ഇത്രയും എലമെൻറ്റുകളാണ് എന്ത്? ക്ലോസ്ഡ് സെറ്റുകൾ. ഓൾ ദീസ് ആർ ക്ലോസ്ഡ് സെറ്റ്സ് because all these are the complements of open sets. Okay, similarly you find the others. Okay, now x equal to abcd. Now tau 4 is equal to x5a bcd is a topology on x. Then closest again അത് നമുക്ക് നോക്കുന്ന കാര്യമുള്ളൂ. Now in discrete topology the only open sets are x and 5. Tau is equal to x5 on x called weakest or smallest topology on x. അപ്പോൾ എന്താണ് വീക്കസ്റ്റ് ടോപ്പോളജി അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ? ഈ എക്സ് ആൻഡ് 5 എന്ന് പറഞ്ഞാൽ ഈ ടോപ്പോളജിയിലെ 2 എലിമെൻറ്റുകൾ പരിശോധിക്കുവാണെങ്കിൽ എക്സും 5ഉം എല്ലാ ടോപ്പോളജിയിലും ഉണ്ടായിരിക്കണം എന്ന ഡെഫിനേഷനിലുണ്ടല്ലോ. ബിക്കോസ് ടോപ്പോളജി ഡെഫിനേഷൻ പറയുന്നത് ഫസ്റ്റ് കണ്ടീഷൻ എന്താ? എക്സ് ആ കളക്ഷനിലുണ്ടാവണം, 5ഉം ആ കളക്ഷനിലുണ്ടാവണം. അത് മാത്രം ഉണ്ടായാൽ തന്നെ ടോപ്പോളജിയായി. പക്ഷെ അതെല്ലാ ഏത് ടോപ്പോളജി എടുത്താലും അതിൽ എന്ത് വേണം? എക്സും വേണം, ഫുൾ സെറ്റും വേണം, നൾ സെറ്റും വേണം. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നോൺ എംപ്റ്റി സെറ്റ് എക്സ് ഉണ്ട്. ഈ എക്സിൽ നമുക്ക് എത്ര ടോപ്പോളജി വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. ഇഷ്ടംപോലെ ടോപ്പോളജി ഡിഫൈൻ ചെയ്യാം. ഏത് ടോപ്പോളജി ഡിഫൈൻ ചെയ്താലും അതിൽ ആരുണ്ടാവും? ഈ കാണുന്ന എക്സും ഉണ്ടാവും, 5ഉം ഉണ്ടാവും. അത് കമ്പൽസറിയാണ്. ഫുൾ സെറ്റും നൾ സെറ്റും എല്ലാ ടോപ്പോളജിയിലും ഉണ്ടാവും. അപ്പോൾ എക്സിൽ ഡിഫൈൻ ചെയ്യുന്ന ഏത് ടോപ്പോളജി എടുത്താലും അതിൽ ആരുണ്ട്? എക്സും ഉണ്ട്, 5ഉം ഉണ്ട്. ആ ഒരു സെൻസിൽ നമ്മൾ എന്ത് വിളിക്കും? വീക്കസ്റ്റ് ടോപ്പോളജി എന്ന് വിളിക്കും. ബിക്കോസ് ആരെടുത്താലും ഇവരുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവനെ ആർക്ക് വേൾഡിൽ തോൽപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ ആര് വിളിച്ചാലും കൂടെ പോകും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പോൾ എക്സും 5ഉം ഉള്ള ഈ ഒരു ഡിജിറ്റ് ടോപ്പോളജി നമുക്ക് എന്ത് വിളിക്കാം? നമ്മുടെ ഇതിനെ സ്മോളസ്റ്റ് ടോപ്പോളജി അല്ലെങ്കിൽ വീക്കസ്റ്റ് ടോപ്പോളജി എന്ന് നമുക്ക് പറയാം. ഇനി പി ഓഫ് എക്സ് നോക്കാം. അതേസമയം പി ഓഫ് എക്സ് അതായത് പവർ സെറ്റ് ഓഫ് എക്സ്. ഒരു എക്സ് ഉണ്ട്, എക്സ് എന്നുള്ളൊരു സെറ്റ് ഉണ്ട്. ഇതിൻ്റെ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എക്സ്. അതും ഒരു ടോപ്പോളജി ഫോം ചെയ്യും. കാരണം എന്താ? നൾ സെറ്റായി, ഫുൾ സെറ്റായി, ആർബിട്രറി ഉണ്ട്, ഫൈനലൈസേഷൻ ഒക്കെ ഉണ്ട്. സോ ടോപ്പോളജി ഫോം ചെയ്യും. ഓക്കെ, ഈ ടോപ്പോളജിയാണ് നമ്മൾ എന്ത് വിളിക്കും? സ്ട്രോങ്ങസ്റ്റ് ടോപ്പോളജി, ഏറ്റവും വലിയ ടോപ്പോളജി. ഇനി ഈ ടോപ്പോളജിയിലുള്ള ആൾക്കാരെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു ടോപ്പോളജി ഉണ്ടാവില്ല. ബിക്കോസ് എക്സിൻ്റെ എല്ലാ പോസിബിൾ സബ്സെറ്റ്സും എവിടെ ഉണ്ട്? പി ഓഫ് എക്സിൽ കണ്ടെയ്ൻഡ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ വീക്കസ്റ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് ടോപ്പോളജി പറഞ്ഞ പോലെ ഈ പി ഓഫ് എക്സിന് വിളിക്കുന്ന പേരാണ് എന്ത്? സ്ട്രോങ്ങസ്റ്റ് ടോപ്പോളജി. ഓക്കെ, ഫൈൻ. ഇപ്പോൾ എല്ലാ സബ്സെറ്റ്സും ഓപ്പൺ ആണ്. എവറി സബ്സെറ്റ് ഈസ് ഓപ്പൺ. ഫോർ എക്സാമ്പിൾ നമ്മൾ 6 കൺസിഡർ ചെയ്യുക. 6ൻ്റെ R2. ഓക്കെ, ഇതാണ് ടോപ്പോളജിക്കൽ സ്പേസ്. ഇത് 2 എന്താണ്? പവർ സെറ്റ് ഓഫ് R. 6ൻ്റെ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷനാണ് അവിടുത്തെ പവർ സെറ്റ്. എല്ലാ സബ്സെറ്റും കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ 1, 2 ഒക്കെ എന്താണ്?
ഒരു സബ്സെറ്റ് ആണല്ലോ ആറിൻ്റെ. അപ്പോൾ അതും എവിടെയുണ്ട്? ടോയിലുണ്ട്. ടോയിൽ അതുണ്ടെങ്കിൽ അതെന്തായാലും മാറും, ഓപ്പൺ സെറ്റായി മാറും. ബിക്കോസ് ടോയിലുള്ള മെമ്പേഴ്സിനൊക്കെ നമ്മൾ എന്താ വിളിക്കുക? ജനറലി ഓപ്പൺ സെറ്റ്സ് ഓഫ് എക്സ് എന്ന് വിളിക്കുക. ഇവിടെ എക്സ് അല്ല, ഇവിടെ സെറ്റ് അണ്ടർലൈൻ സെറ്റ് ആറാണ്. സോ ആർ അണ്ടർ ടോ, ടോ ഇസ് എ പവർ സെറ്റ് ഓഫ് ആറാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ക്ലോസ് ലെവൽ 1 2 എന്താണ്? ക്ലോസ് ലെവൽ 1 2 അതിൻ്റെ പവർ സെറ്റ് ഓഫ് ആറിൽ മെമ്പറാണ്. അതുകൊണ്ട് ക്ലോസ് ലെവൽ 1 2 എന്താണ്? ഓപ്പൺ സെറ്റാണ്. ഓക്കെ, അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുക. ക്ലോസ് ലെവൽ 1 2 കോംപ്ലിമെൻ്റ് എന്താ? ആർ മൈനസ് 1 2 അല്ലേ? ഇതല്ലേ അതിൻ്റെ കോംപ്ലിമെൻറ്റ് വരിക, ആർ മൈനസ് 1 2. ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ 1 2 ആണെന്ത്? ക്ലോസ്ഡ് 1 2ൻ്റെ കോംപ്ലിമെൻറ്റ്. ഓക്കെ, സോ ക്ലോസ്ഡ് 1 2ൻ്റെ കോംപ്ലിമെൻറ്റ് ഇതാണ് ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ 1 2. ഇതെന്തായി മാറും? ഓപ്പൺ സെറ്റ് ആണ് ക്ലോസ്ഡ് ഇൻ്റർവൽ 1 2. സോ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഇതെന്തായി മാറും? ക്ലോസ്ഡ് ആയി മാറും. കാരണം കോംപ്ലിമെൻറ്റ് ഓഫ് ഓപ്പൺ സെറ്റ് ഇസ് ക്ലോസ്ഡ്. ഓക്കെ, ഫൈൻ. അടുത്ത് ഡിസ്ക്രീറ്റ് ടോപ്പോളജി. എവറി സബ്സെറ്റ് ഓഫ് എക്സ് and phi or d equal to p of x, this is the strongest or largest topology. ഓക്കെ, എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നമ്മൾ ഒരു നോൺ എംപ്റ്റി സെറ്റ് എടുത്തു, അതിൻ്റെ എല്ലാ സബ്സെറ്റിലും കളക്ഷൻ എടുത്തു. അതാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ട്രോങ്ങസ്റ്റ് ഓർ ലാർജസ്റ്റ് ടോപ്പോളജി ആണ് എക്സ്. ബിക്കോസ് ഈ ടോപ്പോളജീനെ കണ്ടെയ്ൻ ചെയ്യാൻ വേറെ ടോപ്പോളജി ഉണ്ടാവില്ല. ബിക്കോസ് എക്സ് എന്നുള്ള സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റ്സും ഇവിടെ വന്നു, ഇതിൽ വന്നു. ഈ ഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ പവർ സെറ്റ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്ന ആ കളക്ഷനിൽ വന്നു. അതുകൊണ്ട് ഇതിൻ്റെ പേരാണ് എന്ത്? ഏറ്റവും വലിയ ആളാണ്. ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ആൾ പോലും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ട്രോങ്ങസ്റ്റ് ഓർ ലാർജസ്റ്റ് ടോപ്പോളജി. ഓക്കെ ഓക്കെ Now in indiscrete topology R5 only one open set is containing 1. ഇന്ന് നോക്കി R5 എന്നുള്ള ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി കൺസിഡർ ചെയ്യുക. ഓക്കെ, അതിൽ 1 ഉള്ള നമ്മുടെ റിയൽ നമ്പർ 1 കൺസിഡർ. ഈ 1 കണ്ടെയ്ൻ ചെയ്യുന്ന എത്ര ഓപ്പൺ സെറ്റ് ഉണ്ട്? 6 മാത്രമേ ഉള്ളൂ. ഓക്കെ, കണ്ടോ? ഇതിന് ഒരാൾ മാത്രമേ ഉള്ളൂ. അതാണ് ഇത് പറഞ്ഞേക്കണേ. സോ 1 ഇൻറ്റീരിയർ പോയിൻ്റ് ആണോ? ഇൻറ്റീരിയർ പോയിൻ്റ് ആണ് എന്താ വേണ്ടേ? ഒരു പോയിന്റ് ഇൻറ്റീരിയർ 1 ഈ സെറ്റിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആണോ? ഇൻറ്റീരിയർ പോയിൻ്റ് ആണെങ്കിൽ എന്താ വേണം? 6 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു പോയിന്റ് 1 എടുക്കാം. 1 എടുത്തു കഴിഞ്ഞാൽ 1നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ബോൾ എവിടെ കണ്ടെയ്ൻഡ് ആണോ? 6ൽ കണ്ടെയ്ൻഡ് ആണോ? അതെ, 1നെ കണ്ടെയ്ൻ ഓപ്പൺ ബോൾ 6ൽ കണ്ടെയ്ൻഡ് ആണ്. ഇവിടെ 1നെ കണ്ടെയ്ൻ ചെയ്യുന്ന 6 മാത്രമേ ഉള്ളൂ, വേറെ ഓപ്പൺ ബോൾസ് ഒന്നുമില്ല. അതുകൊണ്ട് 1 ഇവിടെ എന്തല്ല ഇൻറ്റീരിയർ പോയിൻ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജിയിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം നമ്മൾ ടോ എന്നുള്ള ടോപ്പോളജിയിൽ മെമ്പർ ആണോ ഓപ്പൺ സെറ്റ് എന്ന് വിളിച്ചു. എന്താ ക്ലോസ് സെറ്റ്? എന്താ? ഓപ്പൺ സെറ്റ് കോംപ്ലിമെൻ്റ് ആണ് ഓപ്പൺ സെറ്റ്. ഓക്കെ, ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി. ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി എന്താ? പവർ സെറ്റാണ്. അപ്പോൾ 6 എന്നുള്ള സെറ്റ് എടുത്തിട്ട് ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സബ്സെറ്റ്സ് ഓഫ് റിയൽ നമ്പേഴ്സ്. എല്ലാ റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റിൻ്റെ എല്ലാ കളക്ഷൻസും അല്ലേ? ഓൾ പോസിബിൾ സബ്സെറ്റ്സ് ഓഫ് ആർ അവിടെ വരും, ഈ ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജിയിൽ വരും. അപ്പോൾ 1 എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, സിംഗിൾട്ടൺ 1 അത് 6ൻ്റെ സബ്സെറ്റാണ്. ഓക്കെ, അത് 6ൻ്റെ സബ്സെറ്റാണ്, അത് ടോയിലുണ്ട്, അതുകൊണ്ട് അത് ഓപ്പൺ സെറ്റാണ്. 1 എടുത്താൽ 1നെ കണ്ടെയ്ൻ ചെയ്യും സിംഗിൾട്ടൺ 1. ഓക്കെ, അതുകൊണ്ട് 1 എന്താണ്? ഇൻറ്റീരിയർ പോയിൻ്റ് ആവും. അതുപോലെ ക്ലോസിൻ്റെ ഒരു 1 2 എടുക്കുക. ഇൻ ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി 1 ഇൻറ്റീരിയർ പോയിൻ്റ് ആണ്. ബിക്കോസ് എന്താ? ക്ലോസിൻ്റെ 1നെ എവിടെ കണ്ടെയ്ൻ ചെയ്യും? ക്ലോസിൻ്റെ 1 2ൽ കണ്ടെയ്ൻ ചെയ്യും. 2 ഇൻറ്റീരിയർ പോയിൻ്റ് ആണ്. ബിക്കോസ് ക്ലോസിൻ്റെ 2 സെറ്റ് ഓപ്പൺ സെറ്റ് 2 ഒരു സിംഗിൾട്ടൺ സെറ്റ് 2 എവിടെ ഉണ്ടാവും? ക്ലോസിൻ്റെ 1 2ൽ കണ്ടെയ്ൻ ചെയ്യും. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നോ ഫൈൻഡ് ദി ഇൻറ്റീരിയർ പോയിന്റ്സ് ഓഫ് എ ബി സി അണ്ടർ ദ ടോപ്പോളജി ടോ ഫോർ x5 സിംഗിൾട്ടൺ എ ആൻഡ് ബി സി ഡി ആൻഡ് x1 ഇസ് ഈക്വൽ ടു എ ബി സി ഡി. എക്സ് എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്, എ എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്, എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇൻറ്റീരിയർ പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. ഇത് സോൾവ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ ഓക്കെ ഇപ്പോൾ ഏതൊരു ടോപ്പോളജി എടുത്താലും ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി ഉണ്ട്, ഡിസ്ക്രീറ്റ് ടോപ്പോളജി ഉണ്ട്, നമ്മുടെ ആർബിട്രറി ടോപ്പോളജി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി എടുക്കുക. ഇൻഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ സെറ്റ് നൾ സെറ്റുള്ള ടോപ്പോളജി എടുക്കുക. അത് എല്ലാ ടോപ്പോളജിയിലും ഉണ്ടാവും. ഓക്കെ, അതാണിത്. സോ ഇറ്റ് ഇസ് ദ വീക്കസ്റ്റ്. പിന്നെ ഏത് ടോപ്പോളജി എടുത്താലും ആ ആർബിട്രറി ടോപ്പോളജി ഈ ഇൻഡിസ്ക്രീറ്റിനേക്കാളും വലുതാണ്. വലുത് ഇൻ ദ സെൻസ് ഇതിലുള്ള ഈ ഇൻഡിസ്ക്രീറ്റിലുള്ള എല്ലാ ഓപ്പൺ സെറ്റും ഉണ്ടാവും, ടോയിലുണ്ടാവും. ഇനി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോങ്ങസ്റ്റ് ടോപ്പോളജി സെറ്റ് ഓഫ് ഓൾ ഫാമിലി ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്സ് ആണ്. അതിൻ്റെ അകത്ത് ഏത് ആർബിട്രറി ടോ എടുത്താലും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഡി ആയിരിക്കും സ്ട്രോങ്ങസ്റ്റ് ടോപ്പോളജി. സോ വീക്കസ്റ്റ് ടോപ്പോളജി സ്ട്രോങ്ങസ്റ്റ് ടോപ്പോളജി. ഓക്കെ, നോ ടോ 1 is weaker than ടോ 2 if ടോ 1 is contained in ടോ 2. എങ്ങനെയാണ് വീക്കർ ആവണേ? രണ്ട് ടോപ്പോളജി എടുത്തിട്ട് എങ്ങനെയാണ് ടോ 1 contained in ടോ 2 എന്ന് പറയാം? ടോ 1 എങ്ങനെയാണ് വീക്കറാന്ന് പറയാം? ടോ 2വിനേക്കാളും ടോ 1ലുള്ള എല്ലാ ആൾക്കാരും ഉണ്ടാവണം, ടോ 2ൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ടോ 1 is weaker than ടോ 2. ക്ലിയർ? ടോ 1 is weaker than ടോ 2 if and only if ടോ 1 is contained in ടോ 2.
സോ ടോ വൺ വീക്കർ ദാൻ ടോ ടു എന്ന് പറയാം, അല്ലെങ്കിൽ ടോ ടു സ്ട്രോങ്ങർ ദാൻ ടോ എന്ന് പറയാം. ഇതാണ് യൂഷ്വൽ ടോപ്പോളജി. ആർ യു യൂസ് യൂഷ്വൽ ടോപ്പോളജി ആർ ഓപ്പൺ ഇൻ്റർവൽസ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽസ് ആൻഡ് യൂണിയൻ ഓഫ് ഓപ്പൺ ഇൻ്റർവൽസ്. ഓക്കെ, യൂഷ്വൽ ടോപ്പോളജി ആണ് ആറെന്ന് പറഞ്ഞാൽ ആറെടുക്കുക, പിന്നെ അതിൽ നമ്മുടെ ടോപ്പോളജി ആയിട്ട് എന്ത് കൺസിഡർ ചെയ്യണം? ഓപ്പൺ ഇൻ്റർവലുകളും അതിൻ്റെയൊക്കെ യൂണിയനുകളും കൺസിഡർ ചെയ്യണം. അടുത്ത് യൂഷ്വൽ ടോപ്പോളജി ഓൾവേസ് ഡിഫൈൻഡ് ഓൺ ആർ എൻ. യാ ഫൈൻ. അടുത്താണ് കൊഫൈനൈറ്റ് ടോപ്പോളജി. കൊഫൈനൈറ്റ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. കൊഫൈനൈറ്റ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ടോ വൺ ടോപ്പോളജി കൺസിഡർ ചെയ്യുക. അതിൽ മെമ്പർ ആവണം എന്നുണ്ടെങ്കിൽ, ഒരു സെറ്റ് അതിൽ മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ ആ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ഫൈനൈറ്റ് ആവണം. അതാണ് കോഫൈനൈറ്റ് ടോപ്പോളജി. ഒരു നോൺ എംപ്റ്റി സെറ്റ് എക്സ് എടുത്തു, ഓക്കെ, അതിൽ ഒരു കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് എടുത്തു. ഈ കളക്ഷൻ ഓഫ് സബ്സെറ്റുകൾ ഇത് എങ്ങനത്തെ കളക്ഷൻ എന്ന് പറയുന്നത്? അതിൽ മെമ്പർ എടുത്താൽ ആ മെമ്പർ പ്രത്യേകത എന്താ? അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താവും? ഫൈനൈറ്റ് ആവും. അതാണ് കൊഫൈനൈറ്റ് ടോപ്പോളജി. അതിൻ്റെ പ്രൂഫാണ് പറയുന്നത്. സോ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, കൊഫൈനൈറ്റ് ടോപ്പോളജി. ഓക്കെ, കോ കൗണ്ടബിൾ ടോപ്പോളജി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നോൺ എംപ്റ്റി സെറ്റ് എടുക്കുക, അതിൻ്റെ ടോപ്പോളജി ഡിഫൈൻ ചെയ്യുക. അതിൽ ആ ടോപ്പോളജിയിൽ നിന്ന് കോ കൗണ്ടബിൾ എന്ന് പറഞ്ഞെങ്കിൽ ആ ടോപ്പോളജിയിലുള്ള ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താവണം? കൗണ്ടബിൾ ആവണം. നേരത്തെ എടുത്ത് എങ്ങനെയാണ്? കോംപ്ലിമെൻറ്റ് എടുത്താൽ എന്താവണം? ഫൈനൈറ്റ് ആവണമായിരുന്നു. ഇപ്പോൾ എന്താ വേണ്ട? കോംപ്ലിമെൻറ്റ് കൗണ്ടബിൾ ആവണം. അങ്ങനെയുള്ള സെറ്റുകൾ നമ്മളെന്ത് വിളിക്കും? കോ കൗണ്ടബിൾ ടോപ്പോളജി ഓൺ ടോ എന്ന് വിളിക്കും. ഓക്കെ, ഈ എക്സസൈസ് ചെയ്യണം. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര, ഫൈൻഡ് ഓപ്പൺ സെറ്റ്സ് ഇൻ കോഫൈനൈറ്റ് ടോപ്പോളജി ആൻഡ് കോ കൗണ്ടബിൾ ടോപ്പോളജി. സോ ഫൈൻഡ് ദീസ് എക്സസൈസസ്. ഓക്കെ, അടുത്ത ലിമിറ്റ് പോയിൻ്റ് ഓർ അക്യുമുലേഷൻ പോയിൻ്റ് എന്നുള്ള കൺസെപ്റ്റാണ്.